ആരാ? കണ്ടിട്ട് പരിചയം തോന്നില്ല. എന്റെ പേര് പ്രകാശ്. മിസ്സസ് രേണുകയെ ഒന്ന് കാണേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു. രാവിലെ ബാങ്കിൽ പോണമെന്നും പറഞ്ഞ് കാറും എടുത്തോണ്ട് പോയതാ. ഉച്ചയൂണ് കഴിഞ്ഞപ്പോ ഒരു പനിയുടെ ലക്ഷണം ഉണ്ടെന്നും പറഞ്ഞ് കേറി കിടക്കുകയും ചെയ്തു. ചേച്ചിക്ക് നല്ല തലവേദന, അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. പ്രകാശ്, വരൂ പ്ലീസ്. ഇവിടെ ഒരാളുടെ പനി പെട്ടെന്ന് മാറിയത് വെറുതെ അല്ല. ആ ചൂട് മുഴുവനും ഇപ്പൊ എന്റെ ശരീരത്തിലുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ദയവ് ചെയ്ത് രേണുക ഞാൻ പറയുന്നത് കേൾക്കണം. പ്രകാശിന്റെ ശബ്ദം എത്ര കേട്ടാൽ എനിക്ക് മതി വരില്ല. ഈ രീതിയിൽ നമ്മുടെ സംഭാഷണം മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമില്ല. ഇന്നലെ ഞാനൊരു വിഡ്ഢിയെ പോലെ പെരുമാറി. ഞാൻ എൻ്റെ ഭാര്യയെ ജീവനേക്കാൾ ഉപരി സ്നേഹിക്കുന്നു. ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൊച്ചു മോനും അടങ്ങുന്ന എൻ്റെ കുടുംബം ഒരു കൊച്ചു സ്വർഗമാണ്. അത് തകരാൻ പാടില്ല. ഇനി നമ്മൾ തമ്മിൽ കാണുന്നത് സുഹൃത്തുക്കളായി മാത്രമായിരിക്കണം. ഒരു തെറ്റ് നമുക്ക് രണ്ടുപേർക്കും പറ്റി, അത് ആവർത്തിക്കരുത്. പ്രകാശിന് അത് തെറ്റായി തോന്നുന്നു. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിയാണത്. പ്രകാശിനറിയാമോ, സുന്ദരനും ആരോഗ്യവാനുമായ ഒരു വലിയ മനുഷ്യന്റെ ഭാര്യയായി 5 കൊല്ലം ജീവിച്ചവളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ എനിക്ക് സമ്മാനിച്ച ഒരു രാത്രിക്ക് ആ 5 വർഷങ്ങളെക്കാൾ ദൈർഘ്യമുണ്ടായിരുന്നു. ഞാൻ സമ്മാനിച്ചതല്ല, പിടിച്ചു പറിച്ചതാണ്. അപ്പോ ഞാനൊരു വേശ്യയാണെന്നാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്നത്? ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കിടക്ക പങ്കിടാൻ ഒരു വിടനെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുള്ള നാടല്ലത്. ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ധരിച്ചു. എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടു, പക്ഷെ അത് ഈ അർത്ഥത്തിലല്ല. എന്നാ ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനൊരു സ്ത്രീയാണെന്ന അഭിമാനം എന്നിൽ സൃഷ്ടിച്ച ആദ്യത്തെ പുരുഷനാണ് പ്രകാശ്. എനിക്ക് മരണം വരെ നിങ്ങളെ മറക്കാൻ സാധ്യമല്ല. ഇനി നിങ്ങളെ കാണാതിരിക്കാൻ സാധ്യമല്ല. പ്രകാശിന് വിവാഹം കഴിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൊച്ചു സ്വർഗത്തിൽ തന്നെ കഴിയാം. പക്ഷേ ഈ കിടപ്പറയിൽ ഒരു തടവുകാരിയെ പോലെ കഴിയുന്ന എനിക്ക് സ്വപ്നം കാണാൻ വല്ലപ്പോഴെങ്കിലും ഒരു അവസരം തരണം. അത് മാത്രം മതി. ഇനി ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല. ഒരു കാമുകിയുടെ വെപ്പാട്ടിയുടെ ആവശ്യം എനിക്കില്ല. ഞാൻ പോകുന്നു. മാറി നിൽക്ക്. എനിക്ക് പോണം. ഈ ഭ്രാന്തിന് കൂട്ടേൽക്കാൻ എന്നെ കിട്ടില്ല. പ്രകാശ്, പോകരുത്. പ്രകാശ്, പ്ലീസ്, ഈ രാത്രി കൂടി എനിക്ക് തരൂ. പ്രകാശ്, പോകരുത്. പ്രകാശ്, എനിക്ക് പോണം. എനിക്ക് പോണം. രേണുക, പ്ലീസ്.
നൽകി. എന്താണ് ഈ കാട്ടിയത്? ദൈവമേ, മുത്തശ്ശി അറിയിക്കരുത്, ആരും അറിയരുത്. പ്രകാശ്, എന്റെ അടുത്തിരിക്കൂ. ഈ ഒരു രാത്രി കൂടി മാത്രം എന്നെ സ്നേഹിക്കാൻ അനുവദിക്കൂ, ഇല്ലെങ്കിൽ മരിക്കാൻ അനുവദിക്കൂ. എന്താ നീ? എന്തിനാ കരയുന്നത്? വയറ് വേദനിക്കുന്നോ? ഇന്ന് വയറ്റിന്ന് പോയിട്ടേ ഇല്ല. കാണുന്നൊക്കെ വലിച്ചു വാരി തിന്നോളൂ. കരയണ്ട, കാര്യം പറ, എന്താ വേണ്ടേ? എടാ, നിനക്ക് എന്ത് വേണോന്ന്? എനിക്കിനി ദേഷ്യം വരും കേട്ടോ. നീ അവനെ വഴക്ക് പറയാതെ സുമതി. കുഞ്ഞു വല്ല ദുസ്വപ്നം കണ്ടു കാണും. നിനക്ക് ദേഷ്യം കുറെ കൂടുതലാ. മോനിങ്ങി വാ. മോൻ എന്തിനാ കരയുന്നേ? അമ്മൂമ്മയോട് പറ. അയ്യേ, അത് സ്വപ്നമല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു സ്വപ്നം കണ്ടതാണെന്ന്. അത് 3-4 ദിവസം കഴിഞ്ഞ് അപ്പൂപ്പൻ മോനെയും അമ്മയും കാറിൽ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നീ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അച്ഛനോട് സംസാരിക്കട്ടെ. ഈ രാത്രി സമയത്ത് ഉറങ്ങുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊന്ന് വിളിച്ചു നോക്കാമേ. എന്താ ഇവൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ? എന്റെ ഈശ്വര, തുടങ്ങി അവിടെ ഒരു ഭാവനാവിലാസം. ഇങ്ങനെ ഒരു തൊട്ടാവാടി കുടുംബം. ഈ സമയത്ത് എവിടെ പോയി കാണും? ഇനി അസുഖം കൂടുതലായോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ദൈവമേ. മോൻ പറയാതെ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയി കാണും, അല്ലെങ്കിൽ ടെലിഫോൺ കേടായിരിക്കും. നീ സമാധാനമായിരിക്കെ. പ്ലീസ്, ഞാൻ പോട്ടെ. ഈ വേഷം മാറ്റിക്കൂടെ? വേണ്ട, രേണുക എനിക്ക് തന്ന വാക്ക് പാലിക്കണം. ഇത് നമ്മുടെ 2ാമത്തെ രാത്രിയായിരുന്നു, അവസാനത്തേതും. നമുക്കൊന്നും തന്നെ പറയാതിരിക്കാം. അതല്ലേ നല്ലത്. കാലത്തെ അതിന്റെ പാട്ടിന് വിടാം. ദയവ് ചെയ്ത് എന്റെ ജീവിതം തകർക്കരുത്, അപേക്ഷയാണ്. വാതിൽ തുറക്കൂ, എനിക്ക് പോണം.
പ്രകാശാണോ? നല്ല പാർട്ടിയാ. ഇന്നലെ അർദ്ധരാത്രി എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാന് പുറത്ത്. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. എന്തൊരു നിർബന്ധം ഉണ്ണിക്ക്. പാതിരയൊക്കെ എണീറ്റിരുന്ന് ഒറ്റ കരച്ചിൽ അച്ഛൻ്റെ അടുത്ത് പോണോന്നും പറഞ്ഞ്. ഇന്നലെ റീജിയണൽ മാനേജർ മടങ്ങിപ്പോയി. അങ്ങേരെ ട്രെയിൻ കയറ്റി അയച്ചിട്ട് ഞാനും ജെയിംസും കൂടി ഒന്ന് കറങ്ങി. അർദ്ധരാത്രി വരെ കാർ ഓടിച്ചെന്ന് ചുരുക്കം. ഏതായാലും ജെയിംസിന്റെ കൂടെ ഉള്ള കറക്കം വേണ്ട കേട്ടോ. നീ മോനെ വിളിക്കേ. ഉണ്ണി, 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 മോനെ, മോനെ ഉണ്ണി. എടാ നീ അച്ഛൻ ഫോണില് ചെല്ല്. പതുക്കെ പതുക്കെ. ഹലോ, അച്ഛനാണോ? അച്ഛൻ എന്താ ഇന്നലെ രാത്രി വിളിക്കാഞ്ഞത്? പിന്നെ ഞാൻ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടു. മിസസ് രേണുക വിളിച്ചിരുന്നു, വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി വിളിച്ചാൽ ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. ബാങ്കിന്റെ കാര്യമില്ലാണെങ്കിൽ ജെയിംസ് സംസാരിച്ചാൽ മതിയല്ലോ. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. ആ പെണ്ണുമ്പിള്ളക്ക് പ്രകാശ് സാറിന്റെ ശബ്ദം തന്നെ കേൾക്കണം. ഇനിയിപ്പോ സാറ് വിളിക്കാതിരുന്ന അവര് വിചാരിക്കും നമുക്ക് ഡിപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞാൽ പോസ് എടുക്കുവാണ്. ജെയിംസ്, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങനെ പോയാൽ എനിക്ക് പലയിടത്തും പോയി മോഷ്ടിച്ച് രൂപ ഉണ്ടാക്കേണ്ടി. എന്തു പറ്റി? ഇന്നലെ 1000 രൂപയുടെ വിസിറ്റ്. അതിന് ഞാനെന്ത് വേണം? കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ട് വേണം ബാങ്കിൽ ജോലിക്ക് വരാൻ. അതിന് ഞാൻ മാത്രമല്ലല്ലോ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. പെമ്പിള്ളേര് ചെക്കുമായി വന്നാൽ അക്കൗണ്ടന്റ് സാറിന് ഇരിപ്പുറയ്ക്കത്തില്ല. ഓടി വന്ന് ഇടയ്ക്കൂടെ ഒരു എടുപ്പുണ്ട്. ഇന്നലെ ഞാൻ ക്യാഷിന്റെ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ആണോ? ഇനി സാറെങ്ങാനും ഗൗതം പോയി സീറ്റിലിരിക്കേ. ആരാ നോക്ക്. യെസ്. പ്രകാശാണോ? അല്ല, അക്കൗണ്ടന്റ് ആണ്. പ്രകാശനൊന്നും വേണമല്ലോ. അദ്ദേഹം വന്നിട്ടില്ലല്ലോ. വന്നാ രേണു വിളിച്ചു പറയണം. പറയാം.